എവിടെ അടിപതറുമെന്ന് തോന്നുന്നുണ്ടോ അവിടെ മുരളീധരൻ എന്ന സ്ഥാനാർത്ഥിയുടെ പേരുണ്ട്. അതിനിപ്പോ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ ഇങ്ങ് കാസർഗോഡ് വരെ എവിടെയാണെങ്കിലും മത്സരിക്കാൻ മുരളിയേട്ടൻ റെഡിയാണ്. കോൺഗ്രസുകാർ മുരളിയേട്ടനെ ഒതുക്കാനാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും ചിലരെങ്കിലും കെ മുരളീധരനെ കാണുന്നത് കോൺഗ്രസിന്റെ രക്ഷകനായിട്ടാണ്. ഏതു സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷം കുറയ്ക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ജയിക്കാൻ പറ്റുമെന്നോ കോൺഗ്രസ് എത്ര ചിന്തിച്ചാലും അവസാനം എത്തി നിൽക്കുന്ന പേര് കെ മുരളീധരൻ എന്ന ലീഡറുടെ മകന്റെ പേരിൽ തന്നെ ആയിരിക്കും. ഇനി അത് ഏത് മണ്ഡലത്തിലായാലും മത്സരിക്കാൻ മുരളിയേട്ടനും 100% സമ്മതവുമായിരിക്കും. ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിലെ സർപ്രൈസ് എലമെന്റ് ആയിട്ടാണ് കെ മുരളീധരനെ കോൺഗ്രസ് അവതരിപ്പിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലെ അതികായനായ ലീഡർ കെ കരുണാകരന്റെ മകൻ എന്നതിലുപരി എവിടെയും കൊണ്ടു നിർത്താൻ പറ്റുന്ന കോൺഗ്രസിന്റെ കരുത്തനായ സ്ഥാനാർത്ഥിയെന്ന് മുരളീധരനെ നമുക്ക് ഒറ്റവാക്കിൽ വിളിക്കാം. കെ മുരളീധരന്റെ തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ കൗതുകകരവും അപ്രതീക്ഷിതവുമായ ട്വിസ്റ്റുകളുടെ നിരവധി ഏടുകൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം തിരഞ്ഞെടുപ്പുകളിലെ കോൺഗ്രസിന്റെ തുറുപ്പുചീട്ടാണ് മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തി. കോഴിക്കോട് നിന്ന് തൃശൂരിലേക്കും അവിടെ നിന്ന് വടക്കാഞ്ചേരിയിലേക്കും വട്ടിയൂർക്കാവിലേക്കും വടകരയിലേക്കും നേമത്തേക്കും ഇപ്പോഴിതാ തൃശൂരിലേക്കും അനായാസം തിരഞ്ഞെടുപ്പ് അങ്കത്തട്ടിലേക്ക് ഇറക്കാവുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലെയും ആശ്രയിക്കാവുന്ന രക്ഷകന്റെ പേരാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരൻ എന്ന് പറയുന്നത്. ജനപ്രതിനിധിയായിരിക്കെ മത്സര രംഗത്ത് ഇല്ലാതിരുന്നത് ഒഴിച്ചു നിർത്തിയാൽ 1989 തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിനു ശേഷം ഇതുവരെ കെ മുരളീധരൻ മത്സര രംഗത്തില്ലാതെ കടന്നുപോയ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോഴും വട്ടിയൂർക്കാവ് MLA ആയിരിക്കെ വടകരയിൽ നിന്ന് പാർലമെന്റിലേക്കും വടകരയിൽ MP ആയിരിക്കെ നേമത്ത് നിന്ന് നിയമസഭയിലേക്കും മുരളീധരൻ മത്സരിച്ചത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നതിന്റെ 35ാം വർഷത്തിൽ 13ാമത്തെ പോരാട്ടത്തിലാണ് മുരളീധരൻ ഇപ്പോൾ ഇതാ തൃശൂരിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. മത്സരിച്ച 12 തിരഞ്ഞെടുപ്പുകളിൽ 6 വിജയവും 6 പരാജയവുമായിരുന്നു കെ മുരളീധരന്റെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത്. പിതാവ് കെ കരുണാകരന്റെ പ്രതാപകാലത്താണ് കെ മുരളീധരൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശനം നടത്തുന്നത്. സേവാദളിലൂടെ കടന്നു വന്ന കെ മുരളീധരൻ സേവാദൾ സംസ്ഥാന ചെയർമാൻ ആയിരിക്കെയാണ് 1989 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കപ്പെടുന്നത്. ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയത്തിനിടയിൽ കെ കരുണാകരൻ മൂത്രമൊഴിക്കാൻ പോയപ്പോൾ AK ആന്റണി കെ മുരളീധരന്റെ പേര് നിർദ്ദേശിച്ചെന്നായിരുന്നു ഗ്രൂപ്പ് പോര് കൊടുമ്പിടി കൊണ്ടിരുന്ന അക്കാലത്ത് സംസാരമുണ്ടായത്. മക്കൾ രാഷ്ട്രീയത്തെ ചൊല്ലിയുള്ള കല്ലേറുകൾ വേറെയും ഉണ്ടായി എന്ന് പറയാം. എന്നാൽ മത്സരത്തിന് ഫലം വന്നപ്പോൾ CPIMന്റെ കരുത്തനായ തൊഴിലാളി നേതാവായിരുന്ന EK ഇമ്പിച്ചി ബാബയെ 28,000-ലധികം വോട്ടുകൾക്ക് പിന്നിലാക്കി കെ മുരളീധരൻ തന്റെ വിജയം കുറിച്ചിരുന്നു. 1991 പൊതു തിരഞ്ഞെടുപ്പിലും മുരളീധരൻ കോഴിക്കോട് ആ വിജയം ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ 3ാം അംഗത്തിൽ 1996 കോഴിക്കോട് മുരളീധരന് അടിതെറ്റി എന്ന് പറയാം. ജനതാദൾ നേതാവായിരുന്ന MP വീരേന്ദ്രകുമാറിനോടായിരുന്നു മുരളീധരൻ അന്ന് അടിയറവ് പറഞ്ഞത്. 1998 പൊതു തിരഞ്ഞെടുപ്പിൽ കോഴിക്കോട് വിട്ട മുരളീധരൻ അങ്ങ് തൃശൂരിലേക്ക് പോയി. എന്നാൽ തട്ടകം മാറിയിട്ടും മുരളിക്ക് ജയിച്ചു കയറാനായില്ല. CPIയിലെ VV രാഘവനോട് 18,000-ലധികം വോട്ടുകൾക്ക് അന്ന് മുരളീധരൻ തോറ്റുകൊടുത്തു. അടുത്ത വർഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ വീണ്ടും കോഴിക്കോട് നിന്ന് മത്സരിച്ചു. ഇത്തവണ ജനതാദളിന്റെ CM ഇബ്രാഹിമിനെ 1,00,000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി മുരളി വീണ്ടും വിജയവഴിയിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. അങ്ങനെ 2001 KPCCയുടെ അധ്യക്ഷ സ്ഥാനത്ത് വരെ കെ മുരളീധരൻ എത്തുകയുണ്ടായി. അങ്ങനെ പാർട്ടിയെ നയിച്ചു വരവെ 2004 ഫെബ്രുവരിയിൽ ആന്റണി മന്ത്രിസഭയിൽ അദ്ദേഹം വൈദ്യുതി മന്ത്രിയായി. നിയമസഭാ അംഗമല്ലാത്തതിനാൽ വടക്കാഞ്ചേരിയിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരികയും ചെയ്തു. പക്ഷേ AC മൊയ്തീനോട് 3,000-ലധികം വോട്ടുകൾക്ക് അന്ന് അദ്ദേഹം പരാജയപ്പെട്ടു. തുടർന്ന് മന്ത്രിസ്ഥാനവും രാജിവെച്ചു. ഇതോടെ MLA ആകാതെ നിയമസഭയെ അഭിമുഖീകരിക്കാതെ സംസ്ഥാന മന്ത്രിയായ ഒരേ ഒരാളായും കെ മുരളീധരൻ ചരിത്രത്തിൽ ഇടം നേടുകയും ചെയ്തു. പിന്നീട് 2005 കോൺഗ്രസുമായി കെ മുരളീധരനും കെ കരുണാകരനും അകന്നു നിന്നു. ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്ന പേരിൽ പുതിയ ഒരു പാർട്ടിയും വന്നു. പക്ഷേ 2006 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ DIC 17 സീറ്റിൽ മത്സരിച്ചുവെങ്കിലും വിജയിച്ചത് ഒരൊറ്റ സീറ്റിൽ മാത്രമായിരുന്നു. ശേഷം നടന്ന 2009 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മുരളീധരന് പരാജയമായിരുന്നു ഫലം. അങ്ങനെ 2011 ഫെബ്രുവരിയിൽ കോൺഗ്രസ് മുരളീധരനെ തിരിച്ചു വിളിച്ചു. 2011 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുള്ള വട്ടിയൂർക്കാവിലായിരുന്നു മുരളി മത്സരത്തിന് ഇറങ്ങിയത്.
16,000-ലധികം വോട്ടിന് ഇവിടെ മുരളീധരൻ വിജയിക്കുകയും ചെയ്തു. 2016-ൽ വീണ്ടും വട്ടിയൂർക്കാവിൽ നിന്ന് മുരളീധരൻ തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് കോൺഗ്രസിന്റെ വെല്ലുവിളികളെ നേരിടുന്ന നായകനായിരുന്നു കെ മുരളീധരൻ എന്ന നേതാവ്. MLA ആയിരിക്കെയാണ് 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി മുരളീധരൻ വടകരയിൽ ആദ്യമായി മത്സരത്തിനിറങ്ങുന്നത്. പി ജയരാജനെ നേരിടാൻ വടകരയിൽ ആരെ ഇറക്കുമെന്ന ആശയക്കുഴപ്പം കോൺഗ്രസിൽ ശക്തമായിരിക്കെയാണ് ജെയിൻ കില്ലറായെന്ന മുരളീധരൻ വടകരയിൽ ഇറങ്ങിച്ചെന്നത്. 2014 മുല്ലപ്പള്ളി രാമചന്ദ്രൻ കഷ്ടിച്ച് ജയിച്ച വടകരയിൽ 84,000-ലധികം വോട്ടിനായിരുന്നു മുരളീധരന്റെ മിന്നും വിജയം. 2021-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPയുടെ സിറ്റിംഗ് സീറ്റായിരുന്ന നേമം വലിയ ചർച്ചയായി ഉയർന്നു വന്നു. BJP ജയിച്ചത് അന്ന് UDF ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തിയതുകൊണ്ടാണെന്ന് ഇടതുപക്ഷം കളിയാക്കിയിരുന്ന സമയമായിരുന്നു അത്. ആ പരിഹാസം ഒഴിവാക്കേണ്ടത് വലിയ ആവശ്യമായി തോന്നിയപ്പോൾ നേമത്തേക്ക് പല വലിയ നേതാക്കളുടെയും പേര് പരിഗണിച്ചു തുടങ്ങി കോൺഗ്രസ്. നേമത്ത് കുമ്മനം മത്സരത്തിലേക്ക് എത്തിയപ്പോൾ CPM വി ശിവൻകുട്ടിയെ തന്നെ രംഗത്തിറക്കി. കോൺഗ്രസിന് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ പേര് പോലും നേമത്തന്ന് ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ ഒടുവിൽ ആ നറുക്കുവീണതും കെ മുരളീധരന് തന്നെയായിരുന്നു. അന്നും കോൺഗ്രസിന്റെ രക്ഷകൻ എന്ന നിലയിലായിരുന്നു നേമത്ത് മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം അവതരിപ്പിക്കപ്പെട്ടത്. ഒരു മടിയുമില്ലാതെ മുരളീധരൻ മത്സര രംഗത്തേക്ക് ഇറങ്ങി. ശിവൻകുട്ടി സിറ്റിംഗ് സീറ്റ് BJPയിൽ നിന്ന് പിടിച്ചെടുത്തപ്പോൾ കെ മുരളീധരന് 3ാം സ്ഥാനമായിരുന്നു അന്ന്. ഏറ്റവും ഒടുവിൽ ഇതാ വടകരയിലെ സിറ്റിംഗ് സീറ്റിൽ വീണ്ടും മത്സരിക്കാനുള്ള ഒരുക്കത്തിലായിരുന്ന കെ മുരളീധരൻ KK ശൈലജയെ CPIM വടകരയിൽ നിശ്ചയിച്ചപ്പോൾ ശക്തമായ മത്സര ചിത്രം വടകരയിൽ രൂപീകരിക്കപ്പെട്ടപ്പോൾ തൃശൂരിലേക്ക് പോയിരിക്കുന്നു. ശൈലജ ശക്തിയായ എതിരാളിയാണെന്ന് മുരളീധരൻ പ്രതികരിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്നാൽ വടകരയിൽ ശൈലജ അനായാസം വിജയിച്ചു കയറുമെന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ട ഘട്ടത്തിലായിരുന്നു വടകരയിലെ മത്സര ചിത്രത്തിന് അപ്രതീക്ഷിത ട്വിസ്റ്റ് നടക്കുന്നത്. അതിന് വഴിവെച്ചത് മുരളീധരന്റെ സ്വന്തം അനിയത്തിയായ പത്മജ വേണുഗോപാൽ തന്നെ. പത്മജ വേണുഗോപാലിന്റെ BJP അംഗത്വം സ്വീകരിച്ചതായിരുന്നു മുരളീധരനെ തൃശൂരിലേക്ക് നയിക്കാനുള്ള പ്രധാന കാരണം. തൃശൂരിലെ കോൺഗ്രസിൽ നിലനിൽക്കുന്ന തർക്കങ്ങളുടെ കൂടി ഭാഗമായിരുന്നു പാർട്ടി വിടാനുള്ള പത്മജയുടെ തീരുമാനമെന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഏതു നിലയിലും തൃശൂരിൽ വിജയിക്കണമെന്ന ലക്ഷ്യത്തോടെ സുരേഷ് ഗോപി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഘട്ടത്തിലായിരുന്നു പത്മജയുടെ BJP പ്രവേശനം. കെ കരുണാകരന്റെ തട്ടകമായിരുന്ന തൃശൂരിൽ പത്മജയുടെ ചുവടുമാറ്റം കോൺഗ്രസിന്റെ മണ്ണിളക്കുമെന്ന ആശങ്ക നേതൃത്വത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയാം. അങ്ങനെയാണ് കെ മുരളീധരനെ തൃശൂരിലേക്ക് നേതൃത്വം ഇറക്കി വെക്കുന്നത്. വടകരയേക്കാൾ സാധ്യത തൃശൂരിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് തന്നെയാവാം രക്ഷകന്റെ വേഷത്തിൽ തൃശൂരിൽ ഇറങ്ങാൻ മുരളീധരനും തയ്യാറാവുകയായിരുന്നു. എന്തായാലും വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് മാറാൻ മുരളീധരന് നിയോഗമായത് പത്മജയുടെ ചുവടുമാറ്റം തന്നെയായിരുന്നു. ഈ തിരഞ്ഞെടുപ്പിലും അപ്രതീക്ഷിത ട്വിസ്റ്റിലൂടെ താരമായിരിക്കുകയാണ് നമ്മുടെ സ്വന്തം കെ മുരളീധരൻ. അതും കോൺഗ്രസിനെ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കാൻ ഇറങ്ങുന്ന പതിവ് രക്ഷകൻ എന്ന വിവരണത്തോടെ. മുരളീധരനെ സംബന്ധിച്ച് തൃശൂരിന്റെ തട്ടകം സുഖമുള്ള ഒരു ഓർമ്മയല്ല എന്നതാണ് മറ്റൊരു കാര്യം. 1998-ൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മണ്ഡലത്തിൽ നിന്നും 2004-ലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിൽ നിന്നും പരാജയം രുചിച്ചേറിയതിന്റെ കയ്പേറിയ ഓർമ്മകൾ തൃശൂരിൽ ഇറങ്ങുമ്പോൾ മുരളീധരന് ഉണ്ടാകുമെന്നത് തീർച്ചയാണ്.